മലപ്പുറം മാധവനാട് വീട് കുത്തിത്തുറന്നുള്ള മോഷണത്തിൽ 2 പേർ അറസ്റ്റിൽ. വീട്ടുടമയുടെ ബന്ധുവായ 17-കാരനടക്കമാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു മോഷണം. ജംഷീർ കൊടിഞ്ഞു വിവരങ്ങൾ നൽകും. ജംഷീർ, എന്താണ് ഈ കേസിന് ആസ്പദമായ സംഭവം? ആരൊക്കെയാണ് പിടിയിലായത്? എപ്പോഴാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്? അനീഷ, നവംബർ 3 വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആദവനാട് പാറ എന്ന പ്രദേശത്ത് ഉമ്മാത്ത എന്ന സ്ത്രീയുടെ വീട്ടിൽ കയറി അവിടുത്തെ ഒരു സ്വർണ്ണാഭരണം മോഷ്ടിച്ച സംഭവത്തിലാണ് ഇപ്പോൾ ഒരു ബന്ധുവായ 17-കാരനും മറ്റൊരു ആളും പിടിയിലായിരിക്കുന്നത് എന്നുള്ളതാണ്. 2 പയ്യന്മാർ, അതായത് 17 വയസ്സായ 2 കുട്ടികൾ ചേർന്നാണ് ഈ മോഷണം നടത്തിയത് എന്നാണ് ഇപ്പോൾ പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതിലൊന്ന് ഇവരുടെ ബന്ധു തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഉമാത്തയുടെ മകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് അന്വേഷണം നടത്തിയത്. അങ്ങനെയാണ് ഈ ബന്ധുവായ 17-കാരനിലേക്ക് എത്തുന്നത്. യുവാവിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതി കുറ്റം സമ്മതിക്കുന്നത്. സുഹൃത്തായ മറ്റൊരു 17-കാരനാണ് ഇതിന് സഹായിച്ചത് എന്ന് ഈ യുവാവ് മൊഴി നൽകിയിട്ടുണ്ട്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഈ മോഷ്ടിച്ച സ്വർണം വിൽക്കാൻ മറ്റൊരാളെ സമീപിക്കുകയായിരുന്നു. വളാഞ്ചേരി സ്വദേശിയായ അബ്ദുൽ ഗഫൂർ എന്നയാളെയാണ് ഇവർ സമീപിച്ചത്. ഇയാൾ സ്വർണം വാങ്ങി വിൽപ്പന നടത്താൻ സഹായിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. ഗഫൂറിനെ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്തതിൽ വളാഞ്ചേരിയിലെ ലോട്ടറി കച്ചവടം നടത്തുന്ന ആദവനാട് പാറ സ്വദേശിയായ സലീനയ്ക്ക് ഈ മാല കൈമാറുകയും സലീനയാണ് ഇത് വിൽപ്പന നടത്തുകയും ചെയ്തത്. ഇതിനുശേഷം ഈ ഗഫൂറും സലീനയും ഒരു തുക പങ്കിട്ടെടുക്കുകയും പിന്നീട് ഈ യുവാക്ക് 17 വയസ്സായ കുട്ടികൾക്ക് ബാക്കി പണം നൽകുകയായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ സലീനയെ പിടികൂടിയാൽ ഈ സ്വർണം എവിടെയാണ് വിറ്റത് എന്ന് സംബന്ധിച്ച് വ്യക്തമായി ഇവരെ ലഭിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. സലീൻ ഇപ്പോൾ ഒളിവിലാണ്. ഇവർക്ക് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണെന്നാണ് പോലീസ് പറയുന്നത്. ശരി, ജംഷീർ കൊടിഞ്ഞിയാണ് വിവരങ്ങൾ നൽകിയത്.